ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിലെ ഒരു ക്ലാസ്സുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഏഴാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ പൊസിഷൻ എങ്ങനെയാണ് എന്നാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏകദേശം മധ്യഭാഗത്തായിട്ട് ദക്ഷിണ ഭാഗത്തായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അതായത് ഏഷ്യ പറയുന്ന ഇങ്ങനെ നമ്മൾ വരയ്ക്കാൻ വയ്ക്കുക. അപ്പൊ ആ ഏഷ്യയുടെ ഏകദേശം മധ്യഭാഗത്തായിട്ട് അതിന്റെ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഏഴാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി വലിപ്പത്തിൽ ഇന്ത്യയേക്കാൾ മുൻപന്തിയിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ റഷ്യ, രണ്ടാമത്തത് കാനഡ, USA, ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ. ഇങ്ങനെ 6 രാജ്യങ്ങളാണ് ഇന്ത്യയേക്കാൾ വലിയ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? റഷ്യ, കാനഡ, USA, ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ. ഇങ്ങനെ 6 രാജ്യങ്ങളാണ് ഇന്ത്യയേക്കാൾ വലിയ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതിന് ഒരു ചെറിയ കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഭൂമിയുടെ ധ്രുവപ്രദേശം. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരു ജിയോയിഡ് ഷേപ്പാണ്. അപ്പൊ ജിയോയിഡ് ഷേപ്പ് എന്താണ്? ധ്രുവപ്രദേശങ്ങളിൽ പരന്നതും അതേസമയം ഭൂമധ്യരേഖയിൽ വേർത്തിട്ടുമുള്ള ഒരു ഷേപ്പാണ് എന്തിനുള്ളത്? നമ്മുടെ ഭൂമിക്ക് ഉള്ളത്. ഈ ഭൂമിയുടെ മധ്യരേഖയിൽ ഭൂമി ഇങ്ങനെയാണ് വയ്ക്കുക. ഈ ഭൂമിയുടെ മധ്യരേഖയിൽ ഓർക്കണ്ടല്ലേ, ഇതാണ് ഭൂമി. ഈ ഭൂമിയുടെ മധ്യരേഖയിൽ വരയ്ക്കുന്ന രേഖയാണ് എന്തെന്ന് പറയുന്നത്? ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭൂമധ്യരേഖ എന്ത് ചെയ്യുന്നു? ഭൂമിയെ 2 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. ഭൂമധ്യരേഖയുടെ വടക്കോട്ടുള്ള പ്രദേശങ്ങൾ ഉത്തരാർദ്ധഗോളം എന്നും അതേസമയം ദക്ഷിണ ഭാഗത്തുള്ള ഭാഗത്തെ എന്തെന്ന് പറയുന്നു? ദക്ഷിണാർദ്ധഗോളം എന്ന് പറയുന്നു. അപ്പൊ ഈ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് വരയ്ക്കുന്ന രേഖകളാണ് എന്തെന്ന് പറയുന്നത്? അക്ഷാംശ രേഖകൾ അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഭൂമിയിൽ ഒരു സ്ഥലം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? അതിന്റെ അക്ഷാംശ സ്ഥാനവും അതുപോലെ തന്നെ രേഖാംശ സ്ഥാനവും നോക്കിയിട്ടാണ് നമ്മൾ ഭൂമിയിലെ ഒരു സ്ഥലത്തിന്റെ പൊസിഷൻ പറയുക. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഭൂമധ്യരേഖയ്ക്ക് ലംബമായി വരയ്ക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു. ലാറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡും വെച്ചിട്ടാണ് നമ്മൾ ഭൂമിയിലെ ഒരു സ്ഥലം സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ ഭൂമധ്യരേഖയ്ക്ക് നമ്മൾ വടക്കോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഭൂമധ്യരേഖ എന്ന് പറഞ്ഞു. ഇതെന്താ കാണിച്ചിരിക്കുന്നത്? ഇവിടെ നമ്മുടെ സൂര്യൻ, നമ്മുടെ ഭൂമി ഇങ്ങനെ ഒരു ഓർബിറ്റിൽ സഞ്ചരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമധ്യരേഖയ്ക്ക് നമ്മൾ മേലേക്ക് പോകുമ്പോൾ എന്ത് പറഞ്ഞു? ഇത് ഉത്തരാർദ്ധഗോളം എന്ന് പറഞ്ഞു, ഇത് ദക്ഷിണാർദ്ധഗോളം എന്ന് പറഞ്ഞു. ഈ ഭാഗമുണ്ടല്ലോ, ഈ ഭാഗത്തിൽ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ 90 ഡിഗ്രി നോർത്ത് എന്നാണ് രേഖപ്പെടുത്തുക. ഈ ഭാഗത്ത് നമ്മൾ രേഖപ്പെടുത്തുക 90 ഡിഗ്രി സൗത്ത് എന്നാണ്. ഈ 90 ഡിഗ്രി നോർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഉത്തര ധ്രുവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 90 ഡിഗ്രി സൗത്ത് എന്ന് പറഞ്ഞാൽ ദക്ഷിണ ധ്രുവമാണ്. അതാണ് ധ്രുവ പ്രദേശം എന്ന് പറയുന്നത്. ഇനി ഈ ഭൂമിയിലെ പൊസിഷൻ നമ്മൾ പറഞ്ഞു അക്ഷാംശ രേഖകളും അതുപോലെ തന്നെ രേഖാംശ രേഖകളും വെച്ചിട്ടാണ് നമ്മൾ പൊസിഷൻ പറയുക എന്ന് പറഞ്ഞു. ഇനി ഇന്ത്യയുടെ പൊസിഷൻ നമ്മൾ എങ്ങനെയാണ് ഇതെന്ന് മനസ്സിലാക്കുക? അതിനു മുമ്പ് രേഖാംശ രേഖകൾ കുറച്ചുകൂടി കൂടി നോക്കാം. നമ്മുടെ ഭൂമി ഇങ്ങനെ ചുറ്റുകയാണ് ആണല്ലോ. അപ്പൊ ഈ ഭാഗങ്ങളിൽ ഇപ്പൊ എന്തായിരിക്കും? പകലായിരിക്കും വരിക. ഇതേ ഭൂമി ഇവിടെ നിന്ന് തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു ഓർബിറ്റിൽ സഞ്ചരിക്കുകയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഭൂമി ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഭൂമി ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷൻ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. അപ്പൊ എന്താ? ഈ ഭാഗത്ത് പകലാവും, ഈ ഭാഗം ഓൾറെഡി ഉണ്ടായിരുന്ന എന്താ? നൈറ്റ് ആവും. ഇങ്ങനെയാണ് നമ്മൾക്ക് എന്തോ സംഭവിക്കുന്നത്? ഭൂമിയിൽ ദിനരാത്രങ്ങൾ സഞ്ചരിക്കുന്നത്. ഇനി അടുത്തത് ഭൂമി എങ്ങനെയാണ്? ഭൂമി ശരിക്ക് നമ്മൾ നിൽക്കുന്നത് ഭൂമധ്യരേഖയും ഇതാണ് ഭൂമധ്യരേഖ. അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് അത് എന്ത് ചെയ്യുന്നു?
ഭൂമി ഭൂമി അതിന്റെ അച്ചുതണ്ടില് സ്വയം കറങ്ങുകയാണ് ചെയ്യുന്നത്. ഈ അച്ചുതണ്ട് എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക രേഖയാണ്. ഈ അച്ചുതണ്ടിന് ഒരു 23 ഡിഗ്രി ചരിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭൂമി അതിന്റെ അച്ചുതണ്ടില് കറങ്ങുന്നത്. അതായത് ഭൂമിക്ക് ഒരു ചരിവുണ്ട്. ആ ഒരു ചരിവ് കണ്ടില്ലേ? ഇങ്ങനെ ഒരു ചരിവ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഇനി നമുക്ക് പഴയതിലേക്ക് വരാം. ഇപ്പൊ ഞാൻ സപ്പോസ് ഭൂമി ഇങ്ങനെ ചരിവൊന്നും ഇല്ലാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം വയ്ക്കാം. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് ഇത് സങ്കല്പമാണ് കേട്ടോ. നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് സൂര്യനിൽ നിന്ന് വരുന്ന രേഖകളുണ്ടല്ലോ, സൂര്യരശ്മി, അത് നമ്മുടെ ലംബമായിട്ട് വരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ സൂര്യൻ മുകളിലോട്ടും താഴോട്ടും സഞ്ചരിക്കുകയാണ് സങ്കല്പിക്കുകയാണ്. അപ്പൊ അതെന്ത് ചെയ്യും? ഈ 23.5 ഡിഗ്രി നോർത്ത്, അതുപോലെ തന്നെ 23.5 ഡിഗ്രി സൗത്തില് കറക്റ്റ് ആയിട്ട് ലംബമായി പതിക്കും. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലാകുന്ന സമയത്ത്, സൂര്യൻ മുകളിലോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് കറക്റ്റ് ഏറ്റവും ഭൂമിയിലെ ഏറ്റവും വലിയ ലംബമായി പതിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 23.5 ഡിഗ്രി നോർത്താണ്. അതേപോലെ തന്നെ ഭൂമി ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അയനം ചെയ്യാണ്. ഇതിനെന്താ പറയാ? അയനം എന്നാ പറയാ. ഞാൻ ഇനി കൂടുതലായിട്ട് നമുക്ക് പറയാം. ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? ദക്ഷിണാർദ്ധഗോളത്തിൽ അതില് സൂര്യരശ്മി പതിക്കുന്ന ഏറ്റവും ലംബമായ പോയിന്റാണ് ദക്ഷിണായന രേഖ, അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത്. മേലത്തെ എന്താ പറയാ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത്. ശരിക്കും എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. നമ്മുടെ ഭൂമി ഇങ്ങനെ എന്ത് ചെയ്യണ ഒരു 23.5 ഡിഗ്രി ചരിവോട് കൂടിയാണ് അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത്. അപ്പൊ ഇവിടെ എത്തി. ഇവിടെ എത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുക? 23.5 ഡിഗ്രി ഈ ഒരു സമയത്ത് ഭൂമിയിലെ രശ്മികൾ, ഇതാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. സൂര്യന്റെ രശ്മികൾ ലംബമായി പതിക്കുന്നത് എന്ന് പറയുന്നത് ദക്ഷിണാർദ്ധഗോളത്തിലെ 23.5 ഡിഗ്രിയാണ്. നമ്മുടെ ഭൂമി ഇങ്ങനെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് ടിൽറ്റ് ചെയ്ത് വെച്ചു. ടിൽറ്റ് ചെയ്ത് അങ്ങനെ 23.5 ഡിഗ്രി ചെരിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ ഇവിടെ പറയുന്നത് ദക്ഷിണാർദ്ധഗോളത്തിലെ ദക്ഷിണായന രേഖയിലാണ് ലംബമായിട്ട് പതിക്കുന്നത്. അതേ ഭൂമി എന്ത് ചെയ്തു? അതേ ഭൂമി ഇങ്ങനെ ചുറ്റിയിട്ട് 6 മാസം കഴിഞ്ഞിട്ട് അടുത്ത അതിന്റെ നേരെ ഓപ്പോസിറ്റ് എത്തി. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് കാണുന്നത് ഈ 23.5 ഡിഗ്രി നോർത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ ഭൂമിയുടെ സൂര്യന്റെ രശ്മികൾ ലംബമായിട്ട് പതിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു മൂവ്മെന്റ്, ഇതിനെയാണ് സൂര്യന്റെ അയനം എന്ന് പറയുന്നത്. ഇതാണ് സൂര്യന്റെ അയനം എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ സൂര്യൻ അയനം ചെയ്യണം. ഉത്തരാർദ്ധഗോളത്തു നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അയനം ചെയ്യണം. അപ്പൊ രണ്ട് സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു ആദ്യം എന്ന് വെക്കാം. അതിനുശേഷം ഉത്തരാർദ്ധഗോളത്തിലേക്ക് എത്തി എന്ന് വെക്കാം. അപ്പോൾ ഒരു സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ഭൂമധ്യരേഖ ക്രോസ് ചെയ്യും. അതുപോലെ തന്നെ തിരിച്ച് ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക് മടങ്ങുകയാണ്. അപ്പൊ എങ്ങനെയാ മടങ്ങണമെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ശരിക്കും എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ ഭൂമിയുടെ ചരിവ് കാരണമാണ് നമുക്കിത് സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ഭൂമി ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് വന്നു. അതിനെന്താ പറയാ? സൂര്യന്റെ അയനം എന്നാണ് പറയുന്നത്. സൂര്യന്റെ ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള അയനം എന്നാണ് പറയുക. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യും? അത് ഭൂമധ്യരേഖയെ ക്രോസ് ചെയ്യും. അപ്പൊ ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിനോക്സസ്. എന്താ പറയാ? ഇക്വിനോക്സസ്. ഇപ്പോൾ നമ്മുടെ ഭൂമധ്യരേഖയിലാണ് നമ്മുടെ സൂര്യൻ എന്ന് പറഞ്ഞാല് എന്ത് സംഭവിക്കുക? നമ്മുടെ ഉത്തര ധ്രുവത്തിലും അതുപോലെ തന്നെ ദക്ഷിണ ധ്രുവത്തിലും ഒരേ ടൈമിംഗ് ആയിരിക്കും ഉണ്ടാവുക. എന്താവുക? ഒരേ ഭൂമിയിലെ രാത്രിയും പകലും തുല്യമായിട്ട് വരികയാണ് ചെയ്യുക. ഇപ്പൊ ഭൂമധ്യരേഖയ്ക്ക് കറക്റ്റ് ആയിട്ട് സൂര്യൻ ലംബമായിട്ട് പതിക്കുന്ന സമയത്തെ തന്നെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇക്വിനോക്സസ് അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് സംഭവിക്കുക? നമുക്ക് നോക്കാം. നമ്മൾ എവിടെയാ ഇരിക്കുന്നത്? നമ്മൾ വന്നിട്ട് ഉത്തരാർദ്ധഗോളത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ എവിടെയാ ഇരിക്കുന്നത്? ഉത്തരാർദ്ധഗോളത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഉത്തരാർദ്ധഗോളത്തിൽ കറക്റ്റ് ആയിട്ട് ഭൂമധ്യരേഖയ്ക്ക് അടുത്തായിട്ട് ഏകദേശം ഒരു 6 ഡിഗ്രി 8 ഡിഗ്രി ആ ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും ചൂടായി കൂടുതലായിട്ട് വരിക എപ്പോഴാണ്? മാർച്ച് ഏപ്രിൽ മെയ്യിലാണ് നമുക്ക് ചൂട് കൂടുതൽ വരിക. ഏറ്റവും കൂടുതൽ ചൂട് വരിക ഏപ്രിലും മെയ്യിലാണ്. അപ്പൊ നമുക്കറിയാം സൂര്യരശ്മികൾ നമുക്ക് ലംബമായി പതിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവുക. അപ്പൊ മാർച്ച് 21-നാണ് അത് ഭൂമിയുടെ
ഭൂമധ്യരേഖയിലെ ലംബമായിട്ട് സൂര്യരശ്മികൾ പതിക്കുക. ഒന്നാമത്തത്. രണ്ടാമത്തത് തിരിച്ച് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് പോകുന്ന സമയത്ത് സെപ്റ്റംബർ 23-നും ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കും. അപ്പൊ ഏതൊക്കെയാണ് പോയിന്റുകൾ? ഒന്ന് മാർച്ച് 21, സെപ്റ്റംബർ 23. ഈ 2 ദിവസങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഇക്വിനോക്സ് എന്ന് പറയുന്നത്. ഇനി സൂര്യരശ്മികൾ ഏറ്റവും ടോപ്പ് പോയിന്റ്, ഭൂമധ്യരേഖ സൂര്യരശ്മികൾ ഏറ്റവും ലംബമായി പതിക്കുന്ന ഭൂമിയിലെ പോയിന്റ് എന്ന് പറയുന്നത് ഉത്തരായന രേഖയും അതുപോലെ തന്നെ ദക്ഷിണായന രേഖയുമാണ്. അതെത്രയാണ്? 23.5 നോർത്തും 23.5 സൗത്തുമാണ്. അപ്പൊ ഈ ഒരു പോയിന്റുകളിൽ വരുന്ന സമയങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ദിവസം, അതായത് ഉത്തരാർദ്ധഗോളത്തിൽ ഇങ്ങനെ സൂര്യൻ ഇവിടെ നിൽക്കുകയാണ് വയ്ക്കുക. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ചൂട്, അവിടെ ഏറ്റവും വലിയ പകലായിരിക്കും ഉണ്ടാവുക, അതുപോലെ ഏറ്റവും കുറഞ്ഞ രാത്രിയുമാണ് ഉണ്ടാവുക. ആ ഒരു ദിവസം എന്ന് പറയുന്നത് എത്രയാണ്? ജൂൺ 21. എത്രയാണ്? ജൂൺ 21. അതിനെന്താ പറയാ? ഗ്രീഷ്മ അയനാന്തം അല്ലെങ്കിൽ കർക്കിടക അയനാന്തം അല്ലെങ്കിൽ ഉത്തര അയനാന്തം എന്നാണ് പറയുക. അതായത് സൂര്യനിൽ ചലിക്കുന്നത് നമ്മുടെ ഭൂമിയാണ്. നമ്മൾ പക്ഷെ പറയുന്ന സമയത്ത് ഇങ്ങനെ പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ടും നമുക്ക് എക്സാം ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പൊ സൂര്യന്റെ രശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന സമയം എന്ന് പറയുന്നത് 23.5 നോർത്തിൽ പതിക്കുന്ന സമയത്തായിരിക്കും. അതാണ് അതിന്റെ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്തായിരിക്കും ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമായ പകലും അതേസമയം ഹ്രസ്വമായ രാത്രിയും ഉണ്ടാവുക. അത് എപ്പോഴാണ് നടക്കുന്നത്? ജൂൺ 21-നാണ് നടക്കുന്നത്. അപ്പൊ ഈ ജൂൺ 21-നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോക യോഗ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ഇത് സൂര്യൻ എന്ത് ചെയ്തു? നമ്മുടെ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അയനം നടത്തി. അങ്ങനെ 23.5 സൗത്തിലേക്ക് എത്തുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പോയിന്റ്, അല്ലെങ്കിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ഭൂമിയിലെ ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും വലിയ അക്ഷാംശം എന്ന് പറയുന്നത് 23.5 സൗത്ത് ആണ്. ആ ഒരു പോയിന്റിൽ എന്താ സംഭവിക്കുക? ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമായ പകലും ഏറ്റവും ചുരുങ്ങിയ രാത്രിയുമായിരിക്കും ഉണ്ടാവുക. ആ ഒരു സമയമാണ് ഡിസംബർ 22. എത്രയാണ്? ഡിസംബർ 22 എന്ന് പറയുന്നത്. അപ്പൊ ഇവ തമ്മിലുള്ള കാലയളവ് എന്ന് പറയുന്നപ്പോഴേക്കും 6 മാസമായിരിക്കും ഇവ തമ്മിലുള്ള കാലയളവ് എന്ന് പറയുന്നത്. എത്രയാണ്? 6 മാസമായിരിക്കും ഇവ തമ്മിലുള്ള കാലയളവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2 വിഷുവങ്ങൾക്ക് ഇടയിലുള്ള കാലയളവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇക്വിനോക്സിലുള്ള കാലയളവ് എന്ന് പറയുന്നത് എത്രയാണ്? അതും 6 മാസം തന്നെയാണ്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ഭൂമി ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പൊ ഭൂമിയുടെ ഈ രേഖാംശ രേഖകൾ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ സമയം കണക്ക് കൂട്ടുന്നത്. അപ്പൊ ഈ രേഖാംശ രേഖയിലാണ് നമ്മുടെ സൂര്യന്റെ രശ്മികൾ പതിക്കുന്നത്. ആ ഒരു രേഖാംശ രേഖയിൽ ഒരുമിച്ചിരിക്കുന്ന സ്ഥലങ്ങൾക്കെല്ലാം ആ ഒരു സമയത്ത് ഒരേ സൂര്യന്റെ പ്രകാശമായിരിക്കും ലഭിക്കുക. അതായത് ഒരേ സമയമായിരിക്കും ആ ഒരു പോയിന്റിലുള്ള എല്ലാവർക്കും എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ വരച്ചു. അപ്പൊ ഈ ഒരു പോയിന്റ് ഇവിടെ സൂര്യൻ ഇട്ട് വയ്ക്കുക, ഇവിടെ സൂര്യൻ ഇട്ട് വയ്ക്കുക. അപ്പൊ ഈ ഒരു പോയിന്റുള്ള എല്ലാവർക്കും എന്താ സംഭവിക്കുക? എല്ലാവർക്കും ഒരേ സൂര്യന്റെ രശ്മികളാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരേ സമയമായിരിക്കും ഉണ്ടാവുക. അതേസമയം ആ രേഖാംശ രേഖകൾ കുറച്ച് മാറുമ്പോൾ കുറച്ച് ഡിഗ്രി നമ്മൾ ശരിയാണ്. നമ്മള് ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ടോ അല്ലെങ്കിൽ തെക്കോട്ടോ പോകുമ്പോൾ ഒരേ സമയം കിട്ടും. അതേസമയം നമ്മൾ എന്ത് ചെയ്തു? ഭൂമധ്യരേഖയ്ക്ക് പാരലായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ സൂര്യരശ്മികൾ ആ ഭാഗത്ത് മെല്ലെ എത്തുന്നതേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അവിടെ എന്തായിരിക്കും? അവിടുത്തെ ടൈം വ്യത്യാസമായിരിക്കും. അപ്പൊ ഭൂമിയിൽ മൊത്തമായിട്ട് ഒരേ സമയം നമുക്ക് ഒരു സമയം ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു രേഖാംശ രേഖയെ, അതായത് യൂറോപ്പിലെ ബ്രിട്ടനിലൂടെ പോകുന്ന ഗ്രീൻവിച്ച് രേഖ, ഗ്രീൻവിച്ച് എന്ന സ്ഥലത്തിൽ പോകുന്ന രേഖയെ നമ്മൾ എന്തെടുത്തു? നമ്മൾ അതിന്റെ പ്രൈം മെറീഡിയൻ അല്ലെങ്കിൽ മാനക രേഖാംശമായിട്ട് എടുത്തു. അതിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മള് സമയം നിർണ്ണയിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ കടന്നു പോകുന്ന
ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ ഇന്ത്യ മാനക സമയം അല്ലെങ്കിൽ ഇന്ത്യൻ മാനക രേഖ എന്ന് പറയുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. അത് നമ്മൾ ഇങ്ങനെ കണക്ക് കൂട്ടണോ? നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം നമ്മുടെ സമയം നമ്മുടെ സമയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സമയം എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഗ്രീൻവിച്ച് രേഖയെ അപേക്ഷിച്ച് 5.5 മണിക്കൂർ ദൈർഘ്യം കൂടുതലാണ്. അതായത് ബ്രിട്ടനിൽ 12 മണിയാണ് വയ്ക്കുക. അപ്പൊ ഇന്ത്യയിൽ എത്രയായിരിക്കും? പ്ലസ് 5.5 മണിക്കൂർ കൂട്ടുകയാണ് വേണ്ടത്. അപ്പോ 5:30 PM ആയിരിക്കും നമ്മുടെ അവിടെയുള്ള സമയം എന്ന് പറയുന്നത്. അപ്പൊ 12 noon ആയിട്ടുള്ള സമയമാണ് വയ്ക്കുക. അവിടുന്ന് 5.5 മണിക്കൂർ കൂട്ടിയാലാണ് നമ്മുടെ ഇന്ത്യയിലുള്ള സമയം കിട്ടുക. അതായത് ഇപ്പൊ ഭൂമി, അതാണ് ഗ്രീൻവിച്ച് രേഖ എന്ന് പറയുന്നത്. ഇതിന്റെ ഇടത്തോട്ട് പോകുന്നത് ഇതിന്റെ കിഴക്ക് ഭാഗത്തേക്ക് പോകുന്ന ഭാഗങ്ങളിലെല്ലാം എന്ത് ചെയ്യും? നമ്മുടെ സമയം കൂട്ടുകയാണ് ചെയ്യുക. കാരണം എന്തുകൊണ്ടാണ്? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമി കറങ്ങുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. അതുകൊണ്ടാണ് സൂര്യൻ കിഴക്ക് നിന്നും പടിഞ്ഞാറായിട്ട് ഉദിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. സൂര്യൻ കിഴക്ക് നിന്നും ഉദിച്ചിട്ട് പടിഞ്ഞാറോട്ട് അസ്തമിക്കുന്നതായിട്ട് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ സമയത്ത് നമ്മുടെ നമ്മൾ ഇന്ത്യയിൽ ഇരിക്കുകയാണ്. നമ്മുടെ അവിടുന്ന് സൂര്യൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും എന്ത് സംഭവിക്കുക? ഗ്രീൻവിച്ച് രേഖയിൽ സൂര്യൻ എത്തുകയുള്ളൂ. അപ്പൊ ഈ ഗ്രീൻവിച്ച് രേഖയുടെ ഇപ്പുറത്തുള്ളതെല്ലാം എന്ത് ചെയ്യും? ടൈം കൂടുതലായിരിക്കും. അതേസമയം ഗ്രീൻവിച്ച് രേഖ കഴിഞ്ഞിട്ടുള്ളവയെല്ലാം സമയം കുറവാവുകയാണ് ചെയ്യുക. അതൊരു പോയിന്റ്. ഇനി രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു, ഈ ഭൂമി ഇപ്പൊ ഗ്രീൻവിച്ച് രേഖ വയ്ക്കാം, ഗ്രീൻവിച്ച് രേഖ എടുക്കാം. ഇപ്പൊ ഗ്രീൻവിച്ച് രേഖ സൂര്യൻ ഉദിച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? 24 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും അവിടെ സൂര്യൻ ഉദിക്കുക. അപ്പൊ ഈ ഒരു റൊട്ടേഷൻ വന്നാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് തിരിച്ച് ഇങ്ങനെ ഒന്ന് കറങ്ങിയാല് നമ്മൾ പൂർണ്ണമായിട്ടും കറങ്ങിയ ഡിഗ്രി എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ നമ്മൾ സൂര്യന്റെ കേസ് ഭൂമിയുടെ കേസ് എടുത്ത് വെച്ചാൽ ഈ 360 ഡിഗ്രി കറങ്ങാൻ ഭൂമി എത്ര സമയം എടുക്കുന്നത്? 360 ഡിഗ്രി കറങ്ങാൻ സൂര്യൻ 24 മണിക്കൂറാണ് എടുക്കുന്നത്. അപ്പൊ 12 മണിക്കൂർ കൊണ്ട് എത്ര കറങ്ങും? 180 ഡിഗ്രി കറങ്ങും. 6 മണിക്കൂർ കൊണ്ട് എത്ര കറങ്ങും? അത് 90 ഡിഗ്രി ആയിരിക്കും കറങ്ങുക. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എത്രയാണ്? നമ്മുടെ സമയം എന്ന് പറയുന്നത് എടുത്തിരിക്കുന്ന 5.5 മണിക്കൂറാണ് ഗ്രീൻവിച്ച് രേഖയെ അപേക്ഷിച്ചിട്ടുള്ള നമ്മുടെ സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാനക രേഖാംശം എങ്ങനെയാണ് നമ്മൾ എടുക്കുക? 5.5 മണിക്കൂർ. അപ്പൊ 1 മണിക്കൂറിൽ എത്രയാണ് കറങ്ങുക എന്ന് നോക്കുക. 5.5 മണിക്കൂറിൽ എത്ര ഡിഗ്രി കറങ്ങണം എന്ന് മനസ്സിലാക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ 6 മണിക്കൂറിൽ 90 ഡിഗ്രി. അതായത് 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ 90/6, അതായത് 15 ഡിഗ്രി ആയിരിക്കും കറങ്ങുന്നത്. 2 മണിക്കൂറിലോ 30 ഡിഗ്രി. 4 മണിക്കൂറിൽ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും കറങ്ങുക. 5 മണിക്കൂറിലോ? 5 മണിക്കൂറിൽ 60 + 15 75 ആയിരിക്കും കറങ്ങുക. 5.5 മണിക്കൂറിലോ? 5.5 മണിക്കൂറിൽ കറങ്ങുക 75 + 7.5. 7.5 എങ്ങനെ വന്ന? 1 മണിക്കൂറിൽ 15 ഡിഗ്രി ആണല്ലോ കറങ്ങുക. അപ്പോൾ അരമണിക്കൂറിൽ 30 മിനിറ്റിൽ എത്ര കറങ്ങും? 30 മിനിറ്റിൽ 7.5 ഡിഗ്രിയാണ് കറങ്ങുക. അങ്ങനെയാണ് 75 + 7. അതായത് 5 മണിക്കൂറിൽ 75, അരമണിക്കൂറിൽ 7.5. 75 + 7.5 എന്ന് പറയുന്നത് എത്രയാണ്? 82.5 ഡിഗ്രി. അപ്പൊ 82.5 ഡിഗ്രിയാണ് നമ്മുടെ ഇന്ത്യൻ മാനക രേഖാംശം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ മാനക രേഖാംശം നമ്മുടെ ഗ്രീൻവിച്ച് രേഖയെ അപേക്ഷിച്ച് എവിടെയാണുള്ളത്? അതുള്ളത് ഈസ്റ്റ് ഭാഗത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം എന്ന് പറയുന്നത് എങ്ങനെ വരും? നമ്മുടെ ഇന്ത്യൻ മാനക രേഖാംശം എന്ന് പറയുന്നത് 82.5 ഈസ്റ്റ് ആയിട്ടാണ് എടുക്കുക. എത്ര? 82.5 ഈസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ഒരു സമയം എടുക്കണം, ഒരു സ്ഥലം. നമ്മുടെ ഇന്ത്യക്ക് എങ്ങനെയാണ്? ഇന്ത്യക്ക് ഒരു ഹെഡ് ഉണ്ട്, അതുപോലെ തന്നെ കൈയും കാലും. നമ്മുടെ ഗുജറാത്തും അതുപോലെ തന്നെ നമ്മുടെ അരുണാചൽ പ്രദേശ് അതെല്ലാം എടുത്താൽ, അങ്ങനെ സംസ്ഥാനങ്ങളും എടുത്താൽ നമ്മുടെ ഒരു 2 കൈയുള്ള പോലെയാണ് നമുക്ക് തോന്നുക. അതുപോലെ തന്നെ നമ്മുടെ ദക്ഷിണ ഭാഗത്തെടുത്താൽ കാലുകൾ വെച്ച പോലെ ഒരു രൂപമാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. നമുക്ക് നോക്കുകയാണെന്ന് വെച്ചാല് നമ്മളൊരു രാജ്യത്തിന്റെ സമയം നോക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഒരു ഈ ഭാഗങ്ങളായിട്ട് പിരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പോയിന്റ് ആയിരിക്കും നമ്മൾ സമയം നോക്കാൻ വേണ്ടി എടുക്കുക. അപ്പൊ ഇന്ത്യൻ മാനക രേഖാംശം ഏകദേശം ഈ 2 സ്ഥലങ്ങൾക്കും, അതായത് ഈ ഭാഗത്തും ഈസ്റ്റും അതുപോലെ തന്നെ വെസ്റ്റും നോക്കുന്ന സമയത്ത് അതിന്റെ സെന്റർ ആയിട്ടായിരിക്കും ഏകദേശം എടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ മൊത്തം ലൊക്കേഷൻ എങ്ങനെയാണ് വിസ്തീർണം കിടക്കുന്നത് എന്ന് നോക്കിയാൽ നമുക്കറിയാം, ഈ അരുണാചൽ പ്രദേശിലെ ഏറ്റവും
കിഴക്കുള്ള ഭാഗമാണ് കിബിത്തു എന്ന് പറയുന്നത്. ഏതാണ് കിബിത്തു എന്ന് പറയുന്നത്? ഇതെവിടെയുള്ളത്? അരുണാചൽ പ്രദേശിലാണുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ റാൻ ഓഫ് കച്ചിലെ ഗുഹാർ മോത്തി. ഏതാണ് ഗുഹാർ മോത്തി എന്ന് പറയുന്നത്? ഏതാണ് ഗുഹാർ മോത്തി എന്ന് പറയുന്നത്? അപ്പൊ ഇവ തമ്മിലുള്ള ഇപ്പൊ ഇന്ത്യയില് നമ്മുടെ സൂര്യൻ അരുണാചൽ പ്രദേശിൽ നിന്ന് ആരംഭിച്ച് ഗുജറാത്തിലെ ഗുഹാർ മോത്തി വരെ എത്താൻ 2 മണിക്കൂറാണ് എടുക്കുക. എത്ര എടുക്കുക? 2 മണിക്കൂറാണ് എടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു 1 മണിക്കൂർ എടുക്കാൻ. 1 മണിക്കൂർ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും? 15 ഡിഗ്രിയാണ് എടുക്കുക എന്ന് പറഞ്ഞു. ഓക്കെ. ഇപ്പൊ 2 മണിക്കൂർ സഞ്ചരിക്കാൻ എത്ര എടുക്കും? 30 ഡിഗ്രിയാണ് എടുക്കുക. അപ്പൊ ഇന്ത്യയുടെ ഏകദേശ വ്യാപ്തി എന്ന് പറയുന്നത് എത്രയാണ്? അരുണാചൽ പ്രദേശ് തൊട്ടിട്ട് ഇവിടുന്ന് അരുണാചൽ പ്രദേശ് തൊട്ടിട്ട് നമ്മുടെ ഗുഹാർ മോത്തി വരെ എത്താൻ എത്ര സമയം എടുക്കും? 2 മണിക്കൂറാണ് എടുക്കുക. നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു പോയിന്റ് ഇന്ത്യൻ മാനക രേഖാംശം എന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം മിഡിലായിട്ട് വെക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഭാഗത്തേക്ക് 15 ഡിഗ്രി, ഈ ഭാഗത്തേക്ക് 15 ഡിഗ്രി കണക്ക് കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള ഇന്ത്യയുടെ വ്യാപ്തി നമുക്ക് കിട്ടും. അപ്പൊ 82.5 ഡിഗ്രി ഈസ്റ്റിലാണ് നമ്മുടെ ഇന്ത്യൻ മാനക രേഖാംശം എടുത്തത് എന്ന് പറഞ്ഞു. അപ്പൊ 82.5 പ്ലസ് 15 എത്ര വരും? 97.5. ഇനി 82.5 മൈനസ് 15 എത്ര വരും? 0.5. 12 മൈനസ് 5 7. 7 മൈനസ് 1 67.5. അപ്പൊ ഇന്ത്യയുടെ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിലാണ് വരിക. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുകയാണ് വെച്ചാൽ 6 7 8 ഫസ്റ്റ് നോക്കാം. 6 7 8 നോക്കാം. അങ്ങനെ ഓർത്ത് വയ്ക്കാം. 68 ഡിഗ്രി 7 ഈസ്റ്റിനും അതുപോലെ തന്നെ 97 ഡിഗ്രി 25 വെസ്റ്റിനും ഇടയിലാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഇന്ത്യയുടെ രേഖാംശ രേഖം വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്നത് ഇന്ത്യയുടെ രേഖാംശ രേഖകൾ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിന്റെ ഇത് പറയുന്നത് 68 ഡിഗ്രി 7 ഈസ്റ്റ് അതുപോലെ തന്നെ 97 ഡിഗ്രി 25 ഈസ്റ്റിന് ഇടയിലാണ് ഇന്ത്യയുടെ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വ്യാപ്തി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ലൊക്കേഷൻ എങ്ങനെ പറയാം? 68.7 ഡിഗ്രി ഈസ്റ്റ് ടു 97.25. 97.25 ഈസ്റ്റിന്റെ ഇടയിലാണ് ഇന്ത്യയുടെ ഇത് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള ഭാഗം. ഇത് ഇന്ത്യ എന്ന് പറയുന്നത് ഏകദേശം 2 ഭാഗത്തും ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ടും അതുപോലെ തന്നെ വടക്കുനിന്ന് തെക്കോട്ടും ഏകദേശം ഈക്വൽ വ്യാപ്തിയാണ് ഉള്ളത്. മുകളിൽ ഈ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഇവിടം തൊട്ടിട്ട് ഇതുവരെ. അപ്പൊ അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് എത്രയാണ്? അതും നമ്മുടെ 30 ഡിഗ്രി വ്യാപ്തമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അതിന്റെ അക്ഷാംശം അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മെയിൻലാൻഡിന്റെ അതായത് ഈ ഇന്ത്യൻ മെയിൻലാൻഡിന്റെ അക്ഷാംശം എന്ന് പറയുന്നത് അത് 8 ഡിഗ്രി 4 അതുപോലെ തന്നെ 37 ഡിഗ്രി 6 മിനിറ്റിനും ഇടയിലാണ്. എത്രയാണ്? 8 ഡിഗ്രി 4 അതുപോലെ തന്നെ 37 ഡിഗ്രി 6 ഇടയിലാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ മെയിൻലാൻഡിന്റെ. അതിനവിടെ ഒന്ന് എഴുതാം. ഇന്ത്യയുടെ രേഖാംശം എന്ന് പറയുന്നത് 66 7 8. അപ്പൊ 68.7 ഈസ്റ്റിനും അതുപോലെ തന്നെ 97.25 അതിനും ഇടയിലാണ്. ഇനി അക്ഷാംശം പറയുന്ന സമയത്ത് മെയിൻലാൻഡിന്റെ അക്ഷാംശം എന്ന് പറയുന്നത് 8 ഡിഗ്രി 4 8ന്റെ പകുതി 4 8 ഡിഗ്രി 4 അതുപോലെ തന്നെ 37 ഡിഗ്രി 6 ഇടയിലാണ്. ഇനി നമ്മുടെ ഇന്ത്യൻ യൂണിയന്റെ തെക്കേ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ദിര പോയിന്റ് ആണ്. ഇന്ത്യയുടെ വടക്കേ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അത് വന്നിട്ട് ഇന്ദിര കോളാണ്. എന്താണ്? ഇന്ദിര കോൾ. അപ്പൊ അത് എത്രയാണ്? നമ്മുടെ ഇന്ദിര പോയിന്റ് വന്നിരിക്കുന്ന 6 ഡിഗ്രി 4 ഇടയിലാണ്. എന്തെന്ന് പറയുന്നത്? ഇന്ദിര പോയിന്റ് കടന്നു പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനവും രേഖാംശ സ്ഥാനവും എന്ന് പറയുന്നത്. ഇനി ഈ ഉത്തരായന രേഖ അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഗുജറാത്ത്. അവിടെ നോക്കാം.
ഒന്ന് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് കടന്നു പോകുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ഈ ഒരു ലൈനിൽ കൂടെയാണ് എന്തെന്ന് പോകുന്നത്, നമ്മുടെ ഉത്തരായന രേഖ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ത്രിപുര, മിസോറാം, ഇത്രയും സംസ്ഥാനങ്ങളിലൂടെ എന്ത് പോകുന്നത്, ഉത്തരായന രേഖ കടന്നു പോകുന്നത്. അപ്പൊ ഉത്തരായന രേഖ കടന്നു പോകുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഇനി നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറീഡിയൻ അല്ലെങ്കിൽ ഇന്ത്യൻ മാനക രേഖാംശം കടന്നു പോകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അത് വന്നിട്ട് ഉത്തർപ്രദേശ്, അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് പോകുന്നത്. ഉത്തർപ്രദേശ് ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, ഒഡീഷ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് പോകുന്നത്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, അതുപോലെ തന്നെ ഉത്തർപ്രദേശ്. ഈ ഒരു സ്ഥലങ്ങളിലൂടെയാണ് എന്തെന്ന് പോകുന്നത്, നമ്മുടെ ഇന്ത്യൻ മാനക രേഖാംശം പോകുന്നത്. അപ്പൊ ഇന്ത്യൻ മാനക രേഖാംശത്തെ അടിസ്ഥാനമാക്കിയിട്ട് എങ്ങനെയാണ് നമ്മൾ രേഖാംശ രേഖ കണ്ടുപിടിക്കേണ്ടത് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ഒരു ഭാഗത്ത്, ഇന്ത്യയുടെ കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് സൂര്യൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വ്യാപ്തി എന്ന് പറയുന്നത് ഏകദേശം 30 ഡിഗ്രി വ്യാപ്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഏകദേശം തുല്യ പാർട്ടുകളുള്ള കിഴക്കും പടിഞ്ഞാറും തുല്യ പാർട്ടുകൾ, അതേമാതിരി വടക്കും തെക്കും തുല്യ പാർട്ടുകൾ ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ മുകളിലും താഴേക്കും അതുപോലെ തന്നെ വലത്തുനിന്നും ഇടത്തോട്ടും ഏകദേശം തുല്യ വ്യാപ്തിയാണ് ഉള്ളത്. പക്ഷെ ഞാൻ കറക്റ്റായി പറയുകയാണ് വെച്ചാൽ ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് 3214 എത്രയാണ്, 3214. ലോകത്ത് 3214. അതേസമയം ഈസ്റ്റ് ടു വെസ്റ്റ് എത്രയാണ്, അത് 2933 കിലോമീറ്റർ ആണ്. എത്രയാണ്, 2933 കിലോമീറ്റർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് അറിയേണ്ടത്. നമ്മൾ എങ്ങനെയാണ് ഈ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എത്തിയത്, അതുപോലെ തന്നെ രേഖാംശ രേഖകൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അതുപോലെ തന്നെ ഇന്ത്യൻ മാനക രേഖാംശം എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് നോക്കിയത്. ഇനി ഇന്ത്യയുടെ ജോഗ്രഫിയെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യയെ മൊത്തം എങ്ങനെയൊക്കെ വിഭജിക്കാം. ഇന്ത്യയിലെ ഈ ഭാഗം, അതായത് ഈ ഭാഗത്ത് മൊത്തം മലകളാണ്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെയൊക്കെ മലകൾ വന്നത്, കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഓസ്ട്രേലിയൻ ചേർന്ന് പണ്ട് ഒരു ഫലകമായിരുന്നു. ഈ ഫലകം വേർപെട്ടിട്ട് ഇന്ത്യൻ ഫലകം എന്ത് ചെയ്തു, ഇന്ത്യൻ ഫലം ഉത്തര ധ്രുവത്തിലേക്ക് നീങ്ങിയിട്ട് അത് നമ്മുടെ യൂറോഷ്യൻ ഫലകവുമായിട്ട് ഇടിച്ച് അങ്ങനെയാണ് ഈ ഭാഗത്തെല്ലാം പർവ്വതങ്ങൾ ഉണ്ടായത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഞാൻ പറഞ്ഞിരുന്നു സംയോജക സീമ, നമ്മുടെ 2 ഫലകങ്ങൾ കൂട്ടിയിടിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ സംയോജക സീമ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സംയോജിക്കുന്ന സമയത്ത് അവിടെയുള്ള ടെക്ടോണിക് ഫലകങ്ങൾ പരസ്പരം കൂട്ടിയിടിച്ചിട്ട് അവ തമ്മിൽ സ്ഥലമില്ലാണ്ട് ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു പ്രോസസ്സാണ് നടത്തുന്നത്. അങ്ങനെയാണ് ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത്, പർവ്വതങ്ങൾ ഉണ്ടായിരുന്നത്. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ എന്തായിരുന്നു, ഒരു സമുദ്രമായിരുന്നു, ഒരു ടെത്തിസ് പറഞ്ഞ ഒരു സമുദ്രം ഉണ്ടായിരുന്നു. അതിന്റെ അടുത്തിട്ട് ഉയർന്നു വന്നാണ് നമ്മുടെ പർവ്വതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, ഈ പർവ്വതങ്ങൾ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഒരു പുതിയ സമയത്താണ്, അതായത് ഈ അഡ്വാൻസ് ആയിട്ടുള്ള കാലത്താണ് നമ്മുടെ പർവ്വതങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. അതേസമയം ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത് അത് പഴയ പ്രദേശമാണ് എന്ന് മനസ്സിലാക്കാം. ഇനി ഞാൻ പറഞ്ഞിരുന്നു ഈ ഇന്ത്യൻ ഫലകം എന്ന് പറയുന്നത് നേരെ യൂറേഷ്യൻ ഫലകത്തിൽ ഇടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞാല് അതിൽ എന്തൊക്കെ രാജ്യങ്ങളുണ്ട്, ഇന്ത്യ ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ വരുന്ന സമയത്ത് എന്തൊക്കെ കൊണ്ട്, ഇന്ത്യ, പാകിസ്ഥാന്, നേപ്പാള്, ഭൂട്ടാന്, ശ്രീലങ്ക, മാലിദ്വീപ്, ബംഗ്ലാദേശ്. ഈ രാജ്യങ്ങളൊക്കെയാണ് എന്തിലുള്ളത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉള്ളത്. അപ്പൊ ഈ ഉപഭൂഖണ്ഡം വന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ പർവ്വതങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഇന്ത്യയുടെ
ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ മെയിനായിട്ട് ഈ ഉത്തരപർവ്വത മേഖല, ഉത്തര ഭാഗത്ത് എന്താ ഉള്ളത്? പർവ്വതങ്ങളാണുള്ളത്. അപ്പൊ ഇന്ത്യയുടെ ഈ ഭാഗത്ത് എന്ത് പറയുന്നു? ഉത്തരപർവ്വത മേഖലയായിട്ട് തിരിക്കാം. അതിനുശേഷം ഈ ഉത്തരപർവ്വത മേഖലയായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഭാഗത്ത് എന്ത് സംഭവിച്ചു? ഈ ഭാഗത്തിന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഈ നമ്മൾ കൂട്ടിയിടിക്കുന്ന സമയത്ത് ഒരു ഭാഗം ഉയരുകയാണ്, ബാക്കിയുള്ള അടുത്ത ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു? അത് ഒരു ചെറുതായിട്ട് താഴ്ന്ന പ്രദേശമാണ്. ആ ഭാഗത്തേക്ക് എന്ത് സംഭവിച്ചു? ഈ ഉത്തരപർവ്വത മേഖലയിൽ നിന്നും വരുന്ന നദികള് അവസാദങ്ങളും എക്കൽ മണ്ണുകളും കൊണ്ടുവന്നിട്ട് അവിടെ നിക്ഷേപിച്ചിട്ട് ഒരു സമതലമായി. ഈ ഒരു സമതലമാണ് എന്തെന്ന് പറയുന്നത്? ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ് ഉള്ളത്. ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് ഇൻവെർട്ടഡ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിനെ നമ്മൾ തിരിച്ചിട്ട് അങ്ങനെയാണ് ട്രയാങ്കിൾ ആകൃതിയാണ് ഉള്ളത്. ഇൻവെർട്ടഡ് ട്രയാങ്കിൾ എന്നാണ് സാധാരണ പറയാറ്. ഇനി എന്താ ഉള്ളത്? പിന്നെയുള്ളത് തീരപ്രദേശങ്ങളാണുള്ളത്. എന്താണ്? തീരപ്രദേശങ്ങൾ. അപ്പൊ ഇന്ത്യയുടെ പിന്നെ ഏതാണുള്ളത്? പിന്നെ ദ്വീപുകള്. പിന്നെ നമുക്ക് കുറച്ച് ദ്വീപുകളുണ്ട്. അതുപോലെ തന്നെ പിന്നെന്താണ്? ഈ രാജസ്ഥാനിൽ പോയാൽ നമുക്ക് മരുഭൂമിയുണ്ട്. അപ്പൊ ഇങ്ങനെ മൊത്തമായിട്ട് നമ്മുടെ ഇന്ത്യയെ ഭൂപ്രകൃതി അനുസരിച്ച് നമുക്ക് തരംതിരിക്കാം. എന്തൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങള്, മരുഭൂമികള്, പിന്നെ ദ്വീപുകൾ. ഇങ്ങനെയാണ് നമ്മുടെ സാധാരണമായിട്ട് ഇന്ത്യയെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യയിൽ മൊത്തം എത്ര സംസ്ഥാനങ്ങളുണ്ട്? 28 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? ഇന്ത്യയിൽ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, പുതുച്ചേരി, ദാദ്ര നാഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു, ഡൽഹി, ചണ്ഡീഗഡ്, ലഡാക്ക്, ജമ്മു കാശ്മീർ. ഏതൊക്കെയാണ്? നമുക്ക് നോക്കാം. ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്, പിന്നെ അതുപോലെ പുതുച്ചേരി, ദാദ്ര നാഗർ ഹവേലി, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ, ഡൽഹി, പിന്നെ ചണ്ഡീഗഡ്. ഇങ്ങനെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് എന്തുള്ളത്? ഇന്ത്യയിലുള്ളത്. ഇനി വേറെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഭൂമധ്യരേഖ എന്തൊക്കെയാന്ന് പറഞ്ഞു. ഈ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന തലസ്ഥാനം അത് ഏതാണ്? അത് വന്നിട്ട് നമ്മുടെ തിരുവനന്തപുരമാണ്. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന തലസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ഇനി ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന മെട്രോപൊളിറ്റൻ സിറ്റി അതേതാണ്? അത് വന്നിട്ട് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരാണ്. അതുപോലെ തന്നെ ഉത്തരായന രേഖ കടന്നു പോകുന്ന തലസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അത് റാഞ്ചിയും റായ്പൂരുമാണ്. ഏതൊക്കെയാണ്? റാഞ്ചിയും റായ്പൂരുമാണ്. ഉത്തരായന രേഖയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന മെട്രോപൊളിറ്റൻ നഗരം എന്ന് പറയുന്നത് എന്താണ്? അത് വന്നിട്ട് കൊൽക്കത്തയാണ്. ഏതാണ്? കൊൽക്കത്തയാണ്. ഇനി നമ്മുടെ മാനക രേഖാംശം, ഇന്ത്യയുടെ മാനക രേഖാംശം കടന്നു പോകുന്ന പ്രധാന നഗരം എന്ന് പറയുന്നത് അലഹബാദ് ആണ്. അതവിടെ കടന്നു പോകുന്ന അലഹബാദിലെ മിർസാപൂരിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യയുടെ മാനക രേഖാംശത്തിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരം എന്ന് പറയുന്നത് ഏതാണ്? അത് കാൺപൂരാണ്. അപ്പൊ എന്തൊക്കെയൊക്കെ? ഭൂമധ്യരേഖയുടെ അടുത്ത് കിടക്കുന്ന മെട്രോപൊളിറ്റൻ നഗരം എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. മാനക രേഖാംശത്തിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരം എന്ന് പറയുന്നത് കാൺപൂരാണ്. അതുപോലെ തന്നെ ഉത്തരായന രേഖയുടെ അടുത്ത് കിടക്കുന്ന മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് പറയുന്നത് അത് കൊൽക്കത്തയാണ്. ഇനി ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്നത്, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, മ്യാൻമാർ, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ്. ഇവയൊക്കെയാണ് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ശ്രീലങ്കയും മാലിദ്വീപും എന്താണ്? കര അതിർത്തി പങ്കിടുന്നില്ല. ബാക്കിയുള്ള രാജ്യങ്ങൾ അതൊക്കെ പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാന്, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ് ഇവയെല്ലാം എന്താണ്? കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. ഇനി ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം എന്ന് പറയുന്നത് മാലിദ്വീപാണ്. കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? അത് ഭൂട്ടാനാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ രാജ്യം, ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? അത് ചൈനയാണ്. ഇന്ന് ക്ലാസ് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.